എടോ ഫിറോസ് ചുട്ടിപ്പാറെ, താൻ എന്ത് പോക്രിത്തരടാ കാണിച്ച്? ഇന്ന് നീ ഗോമാതാവിനെ അറുത്ത് തൂക്കി, നാളെ നീ ഗോപിതാവിനെ അറുത്ത് തൂക്കില്ല എന്ന് ആര് കണ്ടു? ഇതൊക്കെ കണ്ടിട്ട് അച്ഛനും അമ്മയും, അതായത് മാതാവും പിതാവും ഇല്ലാണ്ട് നമ്മുടെ വിശകലനെ പോലത്തെ ആൾക്കാർ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? സ്വന്തം അച്ഛനെയും അമ്മനെയൊക്കെ അങ്ങോട്ട് അറുത്ത് കെട്ടിത്തൂക്കി മറ്റേ മസാലയും തേച്ച് അങ്ങോട്ട് പൊരിച്ചു തിന്നല്ല ഈയൊക്കെ? എനിക്കൊന്നും കണ്ണിച്ചോരല്ലേ? അല്ല, ഞാൻ ചോദിച്ചു നോക്കുക, പറ. ഫിറോസ് ചുട്ടിപ്പാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താനെന്താണോ ഒരുമാതിരി മനസ്സാക്ഷിയില്ലാത്തൊരു പരിപാടി കാണിക്കുന്നത്? നമ്മുടെ ഗോമാതാവിനെ നിർത്തിയും കിടത്തിയും ഇരുത്തിയും ഒക്കെ അങ്ങോട്ട് പൊള്ളിക്കലാണോ? ഇത് കണ്ട് പൊള്ളുന്ന എത്ര മനുഷ്യ സ്നേഹികൾ, ഗോമാതാവിൻ്റെ ആരാധകർ ഈ നാട്ടിലുണ്ടെന്ന് എനിക്കറിയും. താൻ ഈ വെറും ഉടായ്പ പരിപാടികൾ നിർത്തണം കേട്ടോ. വീഡിയോക്ക് 4 വ്യൂസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണിക്കുകയാണ്. അതും നമ്മുടെ ഗോമാതാവിനെ. ഈ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഗോമാതാവിനല്ല ഗോപിതാവിനെ വരെ ഇങ്ങനെ പരിപാടി കാണിക്കല്ലോ. ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് എപ്പോഴും പറ്റിയെന്ന് വരില്ല, ഞങ്ങൾ പ്രതികരിച്ചെന്ന് വരും. ആ പ്രതികരണത്തിൽപ്പെട്ട ഒരു പ്രതികരണമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. വിശകല ടീച്ചർ അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല. എന്താണെങ്കിലും പറഞ്ഞ സാധനം എഴുന്നള്ളിക്കുന്ന പോലുള്ള ക്രൂരതയൊന്നും ചെയ്യാതെ ഈ പോത്തിനോട് തികച്ചും മനുഷ്യത്വപരമായി പെരുമാറിയതിന് മൃഗസ്നേഹികൾ അയാൾക്ക് ഒരു അവാർഡ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. 200 കിലോ പോത്തിനെ നിർത്തിപ്പൊരിച്ച് ഫിറോസ് ചുട്ടിപ്പാറ, പോത്തിനെ ഉയർത്താൻ JCBയും. ഇതെല്ലാം കൂടെ കണ്ട് ഹാലളകി നമ്മുടെ വിശകല ടീച്ചറും. ഈ ഫിറോസിനോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, താൻ ആ ഗോദാമാവിനെ അറുത്ത സമയത്ത് ഗോദാമാവിൻ്റെ കുറച്ച് ഗോമാതാവിൻ്റെ ഇച്ചിരി ലിവറോ കരളോ അതല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പീസ് ആ പാവപ്പെട്ട ടീച്ചറുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കായിരുന്നില്ലേ? താനൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര ഇതിങ്ങനെ കണ്ട് കുറ്റം പറഞ്ഞു അത് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരാക്രമം മൊത്തം. നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ ഗോമാതാവിനെ അറുത്ത് വെട്ടിയിലാക്കിയിട്ട് അങ്ങോട്ട് അയക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടാൽ നമുക്ക് കുറച്ച് നോവും. നമുക്ക് തരണം. നിങ്ങൾ കഴിക്കുന്നു, നിങ്ങളിത് വീഡിയോ കാണിച്ച ആൾക്കാരെ മൊത്തം നിങ്ങൾ എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ആ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നു. നമ്മളെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ. നമ്മളെക്കൊണ്ട് 5 പൈസൻ്റെ ഉപകാരം നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഇല്ല. അപ്പം പിന്നെ ഇതുപോലെ 4 പോസ്റ്റ് ഇട്ട് സ്വയം അങ്ങ് പുകളം കൊള്ളിക്കാം എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടക്കാണ് ഇമ്മാനത്തെ ഓരോ പരിപാടികളും. എന്താണെങ്കിലും ആൾക്കാർ വേണ്ട പോലെ കൊടുത്തിട്ടുണ്ട്. വിശകലൻ്റെ ഈ പോസ്റ്റിൻ്റെ താഴത്ത് വിശകലൻ്റെ അണ്ണാക്കിലേക്കാണ് എല്ലാവരും കൂടെ നമ്മുടെ ഗോമാതാവിൻ്റെ അണ്ടി വരെ തള്ളിക്കൊടുത്തത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ ഒരു പോസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ താഴത്ത് സ്ക്രോൾ ചെയ്താൽ മൊത്തം കോമഡിയാണ്. പരത്തെറിയാണ് നമ്മുടെ വിശകലൻ്റെ അണ്ണാക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ വിശകലൊക്കെ ഒരു പ്രശ്നമുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, കുറേയൊക്കെ വിഷം തുപ്പും. അവിടെയും ഇവിടെയൊക്കെ സ്റ്റേജിലും അവിടെയും ഇവിടെയും പ്രസംഗിച്ച് വിഷം തുപ്പും. അപ്പോൾ നടക്കാനൊന്നും വയ്യാന്നാണ് കേട്ടെ. പിന്നെ ഇതുപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ്, തൻ്റെ ഈ വിഷസൂചി കയറ്റാൻ പറ്റിയൊരു കച്ചിത്തുരുമ്പ് കിട്ടുമോ നോക്കും. അതൊക്കെ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് ചെയ്യും, പടപടപടപടാന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. സംഘികൾക്കൊരു മനസ്സുഖം കൊടുക്കാൻ ചെയ്യണത്. അപ്പോൾ സംഘികൾ പോലും വെറുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ശശി വിഷ കലനെ. എന്താണെങ്കിലും ഫിറോസ് ചുട്ടിപ്പാറക്ക് ഫിറോസ് ചുട്ടിപ്പാറ അത് കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അത് കണ്ട് പുള്ളി ഹാലിളകി 4 ഗോമാതാവിനെ പകരം ഗോപിതാവിനെയും ഗോ സഹോദരനെയും മറ്റ് കുടുംബക്കാരെ എല്ലാം കൂടെ പിടിച്ച് അറക്കുക എന്നുള്ളതാണ് നമ്മൾ പേടിക്കേണ്ടത്. എന്താണെങ്കിലും വിശകല നീയൊക്കെ ഒരു കാര്യം ചിന്തിക്കണം. നീയൊക്കെ വല്ല UPയിലോ മഹാരാഷ്ട്രയിലോ ഹരിയാനയിലൊക്കെ പോയിട്ട് നിൻ്റെ ശിഷ്ടകാലം അവിടെ അങ്ങോട്ട് ജീവിച്ച് ചത്തോളുക. ഇവിടെ വരുന്ന ഇങ്ങനത്തെ കൊണ അടിക്കി കഴിഞ്ഞാൽ നിൻ്റെ അണ്ണാക്കിലേക്ക് ഈ പറഞ്ഞ ഗോദാമിൻ്റെ അണ്ടി വരെ കയറ്റിത്തരും ആൾക്കാർ. അവസാനം ആ അണ്ടി നുണഞ്ഞ് ജീവിച്ച് ശിഷ്ടകാലം ഇവിടെ കിടന്ന് മരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണം. നിൻ്റെ രോഗീജി അവിടെ എല്ലാം ഇതും കൊടുക്കുന്നുണ്ട്. ബീഫ് കടത്തുന്നവരെ കൊല്ലുന്നുണ്ട്, ബീഫ് കയ്യിൽ വെച്ചവരെ കൊല്ലുന്നുണ്ട്, ബീഫ് തിന്നവനെ കൊല്ലുന്നുണ്ട്, ബീഫുള്ള വീടുകൾ വരെ ബുൾട്ടോസർ വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് അവിടെ എങ്ങാനും പോയി ചത്തൂടെ? ഇവിടെ കിടന്നങ്ങ് ജീവിച്ച് നരകിച്ച് ചാവേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാളുടെ വിലയില്ലാണ്ട് 5 പൈസൻ്റെ ഉപകാരമില്ലാണ്ട് കണ്ടവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിലെല്ലാം വിഷം തുപ്പി ചീറ്റി ജീവിക്കുന്ന രാജ്യമെമ്പാലയായിട്ട് ഇങ്ങനെ ജീവിക്കണോ ശശികലയെ? തൻ്റെ പോസ്റ്റിൻ്റെ താഴത്ത് താൻ എപ്പോഴെങ്കിലും നീയൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയോ? പരച്ചറ്റത്തരം ആൾക്കാർ നിന്നെ വിളിച്ചിട്ടുള്ളൂ. നിന്നെ സപ്പോർട്ട് ചെയ്ത് വന്നത് ഒരു 1.2-1.3% ആൾക്കാരാണ്. അതെന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ വലിയ വശങ്ങളാണ്, കൊടിയ വശങ്ങൾ. ഈ ആൾക്കാരൊക്കെ നിനക്കെതിരാ. എന്തായാലും ഫിറോസ് ചുട്ടിപ്പാറ ഈ ഗോമാതാവിനുമല്ല വേറെ വല്ല മാതാവിനെയൊക്കെ ഇതുപോലെ തന്നെ നിർത്തിയും കിടത്തിയും മലത്തിയും ഒക്കെ പൊരിക്കും. അതൊക്കെ കണ്ട് നിർവൃതി അടയേണ്ടി വരും.
എൻ്റെ ശശികലേ. പിന്നെ നീ ഇന്നാട്ടിലായത് നന്നായി. നീ വല്ല ഇന്തോനേഷ്യയിൽ എവിടെയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ തിന്നണം എന്തിനറിയില്ലേ, എലിനെ വരെ പിടിച്ചുന്നുണ്ട്. അവസാനം എലി ഗണപതിൻ്റെ വാഹനമാണ്. എലി അതായത് നമ്മുടെ ഗോമാതാവിന് പകരം തൊരപ്പൻ മാതാവ് അല്ലെ തൊരപ്പൻ പിതാവ് എന്നും പറഞ്ഞ് അതിനെ വരെ ആരാധിക്കുന്ന ടീമാണ് നീയൊക്കെ. എന്താണെങ്കിലും കൊള്ളാം. കീപ്പ് ഇറ്റ് അപ്പ്.